ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. FPCCയുടെ ആഭിമുഖ്യത്തിലുള്ള പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് കഴിഞ്ഞ ചൊവ്വാഴ്ച കലൂഷയിലുള്ള പാസ്റ്റർ ജിജു പി ഉമ്മന്റെ ഭവനത്തിൽ വെച്ച് നടന്നു. FPCC കൺവീനർ പാസ്റ്റർ വില്ലി എബ്രഹാം നേതൃത്വം നൽകിയ സമ്മേളനത്തിൽ പാസ്റ്റർ ജോസ് വർഗീസ്, പാസ്റ്റർ സണ്ണി പാപ്പൻ എന്നിവർ ദൈവവചനം സംസാരിച്ചു. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. FPCC ജോയിന്റ് കൺവീനർ പാസ്റ്റർ തോമസ് യോഹന്നാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മാസത്തെ പാസ്റ്റേഴ്സ് ആൻഡ് സ്പൗസ് മീറ്റിംഗ് വളരെ അനുഗ്രഹമായി സമാപിച്ചതായി FPCC ഭാരവാഹികൾ അറിയിച്ചു. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി സെലിബ്രേഷൻ ചർച്ച് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ICAG സഭയുടെ 50ാമത് ജൂബിലി സമ്മേളനം നാളെ വൈകിട്ട് 4:30 മണിക്ക് ജൂബിലി ചർച്ചിൽ വെച്ച് ആരംഭിക്കുന്നു. മെഡീന സിറ്റിയിലുള്ള ജൂബിലി ചർച്ചിൽ വെച്ച് നാളെ വൈകിട്ട് 4:30 മണിക്കാണ് ജൂബിലി സമ്മേളനം ആരംഭിക്കുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇലിനോയ് സ്റ്റേറ്റ് അസിസ്റ്റന്റ് സൂപ്രണ്ടും മറ്റ് പ്രസ്പിറ്ററും ഷില്ലർ പാർക്ക് സിറ്റി മേയർ ഉൾപ്പെടെ ഉള്ള നിരവധി പേർ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് ഈ സിറ്റിയിലുള്ള എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, ലീഡ് പാസ്റ്റർ സാംസൺ സാബു, സെക്രട്ടറി ബ്രദർ വർഗീസ് സാമുൽ എന്നിവർ അറിയിക്കുന്നു. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രവർത്തനം ആരംഭിച്ചത് 1973-ലാണ്. 1973-ൽ പാസ്റ്റർ KA തോമസ് അന്ന് ഷിക്കാഗോയിൽ പഠനത്തിനായും സെക്കുലർ ജോലിക്കായും എത്തിയ 21ഓളം വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആരംഭിച്ച പ്രവർത്തനമാണ് ഇന്ന് നാം കാണുന്ന ICAG പ്രവർത്തനം. 1977-ലാണ് പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ ഈ സഭയുടെ സീനിയർ പാസ്റ്ററായി സേവനം ആരംഭിച്ചത്. തുടർന്ന് 1990-ൽ ഷില്ലർ പാർക്കിൽ ഇപ്പോൾ സഭ ആരാധിക്കുന്ന സഭാ മന്ദിരം സ്വന്തമായി വിലയ്ക്ക് വാങ്ങുവാനിടയായിട്ടുണ്ട്. ICAG സഭ ഷിക്കാഗോ സിറ്റിയിലെ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു സഭയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആതുര സേവന രംഗത്ത് എപ്പോഴും സഭ മുന്നിൽ തന്നെയാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഗുഡ് ന്യൂസിലൂടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നിരവധി പേർക്ക് പാർപ്പിടം സ്വന്തമായി ഭവനം ഒരുക്കുവാൻ തക്കവണ്ണം ICAG സഭകളിലെ വിശ്വാസികളിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. മിഷൻ പ്രവർത്തന രംഗത്ത് ICAG എന്നും മുന്നിലാണ്. നോർത്ത് ഇന്ത്യയിലെ പല പ്രവർത്തനങ്ങൾക്കും നേരിട്ടും അല്ലാതെയും നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തന സഭയാണ് ICAG പ്രവർത്തനം. ഈ ഷിക്കാഗോ സിറ്റിയിലെ ഐക്യ പ്രവർത്തനങ്ങൾക്ക് ICAG സഭ എന്നും ശക്തമായി മുൻനിരയിലുണ്ടായിരുന്നു. CCFന്റെ പ്രവർത്തനങ്ങൾ, FPCCയുടെ പ്രവർത്തനങ്ങൾ, മറ്റിതര ഐക്യ കൂട്ടായ്മകൾ, അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ ICAG സഭയുടെ ശുശ്രൂഷകന്മാരും എല്ലാ സഭാ വിശ്വാസികളും ഒന്നിച്ച് അണിനിരക്കുന്ന കാഴ്ച ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഷിക്കാഗോ സിറ്റിയിലെ മലയാളികൾ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും സ്വാധീനിക്കുന്ന, എല്ലാവർക്കും ആത്മീക പ്രചോദനം നൽകി കൊടുക്കുന്ന ഒരു സഭയാണ് സെലിബ്രേഷൻ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ICAG സഭ. ചില നാളുകൾക്ക് മുമ്പ് പാസ്റ്റർ സാംസൺ സാബു ഈ സഭയുടെ ലീഡ് പാസ്റ്ററായി സേവനം അനുഷ്ഠിക്കുകയും അനേക യുവാക്കന്മാരെ കോർത്തിണക്കിക്കൊണ്ട് ഇംഗ്ലീഷ് സെഷന് നേതൃത്വം നൽകി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ സീനിയർ പാസ്റ്റർ, ലീഡ് പാസ്റ്റർ സാംസൺ സാബു, അസോസിയേറ്റ് പാസ്റ്റേഴ്സായി ഡോക്ടർ അലക്സ് ടി കോഷി, പാസ്റ്റർ ക്ലാരൻസ് മാത്യു എന്നിവരും പ്രവർത്തിക്കുന്നു. 2026-ൽ ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന PC NAC സമ്മേളനത്തിന്റെ നാഷണൽ കൺവീനറായിട്ടും ഈ സഭയുടെ സീനിയർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷാവഹമാണ്. ഈ സമയത്ത് ജൂബിലി ആഘോഷിക്കുന്ന ICAG സഭയ്ക്ക് സെലിബ്രേഷൻ ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലിക്ക് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഭാവുകങ്ങളും ഷിക്കാഗോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പേരിൽ ഞാൻ ഈ സമയം അറിയിക്കുന്നു. നാളെ വൈകിട്ട് 4:30 മണിക്ക് മെഡീന സിറ്റിയിലുള്ള ജൂബിലി ചർച്ചിൽ വെച്ച് നമുക്ക് ഒന്നിച്ച് കാണാം. ICAG സഭയുടെ ജൂബിലി സമ്മേളനത്തിൽ നമുക്ക് ഒന്നിച്ച് പങ്കാളികളാകാം. ഷിക്കാഗോ റിവൈവൽ ക്രൂസൈഡ് അടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ ഓഗസ്റ്റ് മാസം 23, 24 ദിവസങ്ങളിൽ സയോൺ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് നടത്തപ്പെടുന്നുവെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ് അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഡോക്ടർ ടൈറ്റസ് ഈപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ പാസ്റ്റർ സണ്ണി മാത്യു, പാസ്റ്റർ സാമുൽ ചാക്കോ, പാസ്റ്റർ ജോസ് വർഗീസ്, പാസ്റ്റർ സാംസൺ സാബു, സിസ്റ്റർ ബിനു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നതാണ്.
പകൽ സമയങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടാണ് കൂടുതൽ സമയം വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളതും ഭാരവാഹികൾ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് പാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജ്, സെക്രട്ടറി ജോയൽ ഷാജി, ട്രഷറർ ബ്രദർ സ്റ്റെഫിൻ ജോർജ് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. IPC ഷാലേം സഭയുടെ ആഭിമുഖ്യത്തിൽ ഔട്ട്റീച്ച് പ്രവർത്തനം അടുത്ത ഞായറാഴ്ച ഓഗസ്റ്റ് മാസം 25 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഡസ്പ്രെയിൻസുള്ള ഡി പാർക്കിൽ നടത്തപ്പെടുന്നതാണെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ CC കുര്യാക്കോസ് അറിയിക്കുന്നു. CCFന്റെ ആഭിമുഖ്യത്തിലുള്ള പിക്നിക് ഈ സെപ്റ്റംബർ മാസം 2-ാം തീയതി തിങ്കളാഴ്ച ലേബർ ഡേയുടെ അന്ന് ഡി പാർക്കിൽ വെച്ച് നടക്കുന്നുവെന്ന് CCFന്റെ ഭാരവാഹികളും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലേക്ക് ഞങ്ങള് അറിയിച്ചതുപോലെ കേരളത്തിന്റെ മനസാക്ഷി മരവിച്ചു നിൽക്കുന്ന വയനാട്ടിലേക്ക് നിങ്ങളുടെ സഹായഹസ്തം നീട്ടുവാൻ തക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പലരും അതിന് പ്രതികരിച്ച് ഞങ്ങളെ വിളിക്കുകയുണ്ടായി. വ്യക്തികളായി, സഭകളായി ഞങ്ങളെ സഹകരിക്കുന്നവർക്ക് നന്ദി. വീണ്ടും ഒരുപക്ഷെ $100 ആകാം, അല്ലെങ്കിൽ $150 ആകാം, അല്ലെങ്കിൽ 500 ആകാം, അല്ലെങ്കിൽ 1000 ആകാം, എത്ര ഡോളറുമാകട്ടെ തകർന്നടിഞ്ഞിടക്കുന്ന വയനാടിനെ പുനരുദ്ധീകരിക്കുവാൻ, വയനാടിനൊപ്പം നിൽക്കുവാൻ ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയോടൊപ്പം ആ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അവസരമുണ്ട്. ദയവായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുമായി നേരിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഞാനുമായി നേരിട്ട് ബന്ധപ്പെടുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെയാണ് നമ്മുടെ ഈ സഹായം ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നേരിട്ടാണ് അയക്കുന്നത്. അതിന് മറ്റു ഇടനിലക്കാരുമില്ല. സുരക്ഷിതമായ കാര്യങ്ങളിലൂടെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തുകയും വയനാടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അതിന്റെ പുനരുത്ഥാന പ്രവർത്തികളിൽ നമുക്ക് പങ്കാളികളാകുവാൻ ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും നാം കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.